സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നവീകരിച്ച ആളൂർ പ്രസാദ വരനാഥ പള്ളിയുടെ വെഞ്ചരിപ്പും പുനഃപ്രതിഷ്ഠയും ജൂബിലി വർഷ ഉദ്ഘാടനവും ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 5 പകൽ 2:30 ചടങ്ങുകൾ നടക്കുക. മുൻ വികാരി ഫാദർ ജോസ് പന്തല്ലൂക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇരിഞ്ഞാലക്കുട രൂപതാ വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിക്കും. വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, പള്ളി നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി ടോണി പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് മെയ് 6 നടക്കുന്ന ഇടവക ദിനാചരണം വൈകിട്ട് 5:30 മുൻ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്യും. ആളൂർ പള്ളി വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, ജനറൽ കൺവീനർ ജോൺസൺ വാലപ്പൻ, കൈക്കാരന്മാരായ ജെയ്സൺ ചാതേലി, ജോസ് മാളിയേക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ പൂർത്തീകരിക്കുകയാണ്. ജൂബിലി വർഷത്തിലേക്ക് കൂടി ആളൂർ പ്രസാദ വരനാഥ ഇടവക കടക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൽ ജൂബിലി സമ്മാനം എന്നോണമാണ് ദേവാലയം നവീകരിച്ച് വെഞ്ചരിപ്പിനും പുനഃപ്രതിഷ്ഠയ്ക്കുമായിട്ട് തയ്യാറെടുക്കുന്നത്. വരുന്ന മെയ് മാസം 5 തീയതി 2:30 അഭിവന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവാണ് വെഞ്ചരിപ്പ് കർമ്മവും പുനഃപ്രതിഷ്ഠയും നടത്തുക. വികാരി ജനറൽ അച്ഛന്മാർ രൂപതയിൽ നിന്നുള്ള മറ്റു വൈദികരൊക്കെ സഹകാർമ്മികരാകും. തുടർന്ന് വൈകിട്ട് 5:30 നമ്മുടെ കലാപരിപാടികൾ പൊതുസമ്മേളനം ആരംഭിക്കുക. യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ളൊരു കലാപരിപാടികൾ ഇടവക ദിനമായിട്ട് ആചരിച്ച് വലിയൊരു ആഘോഷമായിട്ട് നമ്മൾ മാറ്റുകയാണ്. മുഖവാരി വെഞ്ചരിപ്പ് നമ്മുടെ ആ പ്രദേശത്തിന് തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായി വളരെ മനോഹരമായി തന്നെ ഒരു മുഖവാരി വെഞ്ചരിപ്പാണ്. അതിനുശേഷം 6 തീയതി ഇടവക ദിനമായി ഇടവകയുടെ വലിയൊരു കൂട്ടായ്മയും സ്നേഹവും നന്മയും ഒക്കെ വിളിച്ചോതുന്ന ഒരു ഇടവക ദിനമായി ആചരിക്കും.